ഹലോ ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഉടമ്പടം പ്രോഗ്രാം കണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരും എന്നെ വിളിച്ചും മെസ്സേജിലൂടെയൊക്കെ എല്ലാവരും ആ വിശേഷനോട് പങ്കുവെച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അത് കണ്ടതിൽ. പിന്നെന്താ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അടുത്തൊരു സന്തോഷം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ഞാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സന്തോഷ വിവരം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ഇടപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷനിൽ മെഡിക്കൽ ഷോപ്പ് നടത്തുമായിരുന്നു 3 വർഷമായി. 3 വർഷമല്ല 2 വർഷം. 3 വർഷം എന്ന് വെച്ചാൽ 1 വർഷം ബിജുവേട്ടനായിരുന്നു നടത്തിയിരുന്നത്. മെഡിക്കൽ ഷോപ്പ് തുടങ്ങി 1 വർഷം കഴിഞ്ഞാണ് ബിജുവേട്ടൻ മരിച്ചു പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് 2 വർഷം ഞാൻ ആ മെഡിക്കൽ ഷോപ്പ് നടത്തുമായിരുന്നു. 3 വർഷം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടി ഞാൻ ആ മെഡിക്കൽ ഷോപ്പ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി. എനിക്ക് സെയിലും കാര്യങ്ങളൊക്കെ കിട്ടിത്തുടങ്ങിയ ഒരു സമയമായിരുന്നു. പക്ഷേ കുറേ പ്രശ്നങ്ങളും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൂടാതെ തന്നെ ആരെയും കുറ്റപ്പെടുത്താൻ പറയണതല്ല, എല്ലാ മേഖലയിലും ഉണ്ടാകും മത്സരം. അത് ആ മേഖലയിലും ഉണ്ടായിരുന്നു. അപ്പം സുഖമാണ് കബീറിക്ക, എനിക്ക് സുഖമാണ് മോന് സുഖമാണ്. അന്നേരം ആ സ്ഥലത്തുനിന്ന് ഞാൻ മാറുക എന്നുള്ളത് ചില ആൾക്കാരുടെ അവർക്ക് അത്യാവശ്യമായിരുന്നു, നിർബന്ധമായിരുന്നു എന്നെ ആ സ്ഥലത്തുനിന്ന് മാറ്റുക എന്നുള്ളത്. അപ്പം എല്ലാ സ്ഥലത്തും എല്ലാ മേഖലയിലും പണമുള്ളവർക്ക് അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാൻ കുറേ കൂടെ പ്രാപ്തിയുള്ളവർക്കായിരിക്കും എപ്പോഴും ഫസ്റ്റ് നിലനിൽപ്പ് കൂടുതൽ. അപ്പോൾ ഞാനൊരു സ്ത്രീയാണ്, പിന്നെ എൻ്റെ ശാരീരികമായിട്ടുള്ള പരിമിതികൾ, പിന്നെ എൻ്റെ കയ്യിൽ സാമ്പത്തികമായിട്ട് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരോട് പിടിച്ചു നിൽക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് എന്നെ അവിടുന്ന് മാറ്റിയെന്ന് തന്നെ പറയാം. അങ്ങനെ തന്നെ പറയാനാണ് എനിക്ക് ആഗ്രഹം. മാറിയെന്നതിനേക്കാട്ടി ഉപരി എന്നെ അവിടുന്ന് മാറ്റിയെന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ ഞാൻ ഫൈറ്റ് ചെയ്ത് നിൽക്കാനൊക്കെ കുറേ നോക്കി, പക്ഷെ എനിക്ക് സാധിച്ചില്ല. അപ്പം ഞാൻ സമൻസാല അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ തീരുമാനിച്ച് അവിടുന്ന് മാറിയേക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടുന്ന് മാറി. ഞാനിപ്പോൾ 10-25 ദിവസമായിട്ട് എനിക്ക് ഒരു ജോലിയില്ല. ഞാനിവിടെ എൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ജോലി ഇല്ലെന്നല്ല കേട്ടോ. ഞാൻ എനിക്ക് പറയാനുള്ളത്, ഈ മെഡിക്കൽ ഷോപ്പിൽ നടത്തി തന്നെ ജീവിക്കുമെന്നൊന്നും ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. എൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് അല്ലെങ്കിൽ എൻ്റെ ശാരീരികമായ ആ ഒരു അവസ്ഥയ്ക്കനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി, നല്ല അന്തസ്സും അഭിമാനവുമുള്ള ജോലി ചെയ്ത് തന്നെ ഞാൻ മുന്നോട്ട് ജീവിക്കാൻ. ഇപ്പം എനിക്ക് മെഡിക്കൽ ഷോപ്പ് തന്നെ നടത്തണമെന്നൊന്നും എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. പക്ഷേ എൻ്റെ ലൈസൻസ് അതിൻ്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് കെട്ടിപ്പൂട്ടി എനിക്ക് അത് പെട്ടിയിൽ വെക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചില്ല. എനിക്കത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ആ ലൈസൻസിൻ്റെ കാലാവധി കഴിയുന്നത്രയും സമയമെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു കടമുറി നോക്കി. അതിനൊക്കെ എനിക്ക് ദൈവം ഈ ഉടമ്പണം അതെനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഞാൻ ആ മെഡിക്കൽ ഷോപ്പ് വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത സമയത്താണെങ്കിലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരു വീട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു മെഡിക്കൽ ഷോപ്പൊക്കെ ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് ലൊക്കേഷനൊക്കെ തെറ്റാണ്ടൊക്കെ എടുക്കണം. എന്നെ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഇന്ന ആളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്ന് എന്നെ ഒന്ന് ഈ സാധനങ്ങളൊക്കെ ഒന്ന് പിന്നെ ഷിഫ്റ്റ് ചെയ്യാൻ എന്നെ സഹായിക്കും. പൈസ കൊടുത്താൽ കിട്ടും, ആൾക്കാരെ കിട്ടും. പക്ഷെ എനിക്ക് പൈസയുടെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇന്ന ആൾക്കാരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്നെ വന്നൊന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ വിളിച്ചവരാരും പക്ഷെ വന്നില്ല, സഹായിച്ചില്ല. എനിക്കതിൽ പരാതിയില്ല, സങ്കടമില്ല. ഞാനത് പറഞ്ഞതേ ഉള്ളൂ, ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ കൂടെ 3 പേര് കട്ടയ്ക്ക് നിന്ന്, എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. 1 എൻ്റെ മകൻ, 2 എൻ്റെ സ്റ്റാഫ് CG, എൻ്റെ ഫാർമസിസ്റ്റാണ്. 3 എൻ്റെ സിസ്റ്ററിൻ്റെ മോള് ആദിമോള്, കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻസി ആണ്. ഇവർ 3 പേരും പറഞ്ഞ്
അവളെ ചേച്ചിയുടെ മോള് പറഞ്ഞു, കുഞ്ഞാ നമുക്ക് എടുത്ത് മാറ്റാം, കുഞ്ഞാ വിഷമിക്കേണ്ട. അവൻ പറഞ്ഞു, അമ്മി നമുക്ക് പറ്റണ പോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരു ജൂൺ 10-ാം തീയതി അവിടുന്ന് ഫുള്ളായിട്ട് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് അവർ പറഞ്ഞ് ഞാനത് അവരോട് വാക്കും പറഞ്ഞ് ഞാൻ 10-ാം തീയതി ഇവിടുന്ന് മാറി തന്നിരിക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാനും സിജിയും ആദിമോളും ചച്ചും കൂടെ ഒരു പിടുത്തം പിടിച്ച് എല്ലാ സാധനവും പാക്ക് ചെയ്ത് വെച്ചു. അപ്പം നമ്മുടെ ലൈഫിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തവരെ നമ്മൾ ഓർക്കണം. നമ്മളെ സഹായിക്കാനായിട്ട് ദൈവം ഓരോ ആൾക്കാരെ ഒരുക്കി നിർത്തുന്നതും നമ്മൾ ഓർക്കണമല്ലോ. CCTV അയക്കാൻ വേണ്ടി വന്ന മലരിക്കുളത്തുള്ള ഒരു ചേട്ടനാണ് CCTV എനിക്ക് ഫിറ്റ് ചെയ്തത്. അപ്പോൾ അത് അയക്കാൻ വേണ്ടി ആ ചേട്ടനും ആ ചേട്ടൻ്റെ ഫ്രണ്ട്സും കൂടിയായിരുന്നു വന്നത്. അപ്പോൾ അവർ വന്നപ്പോൾ ഞാൻ ഈ സാധനങ്ങൾ ഒതുക്കണ കണ്ടപ്പോൾ അവരെന്നോട് പറഞ്ഞ്, എന്ത് സഹായം വേണമെങ്കിലും വിളിക്കണം മോളെ, ഞങ്ങൾ വന്ന് ചെയ്തു തരുമെന്ന് പറഞ്ഞു. അതും പ്രകാരം അവർ വന്ന് എനിക്ക് എൻ്റെ ബോർഡൊക്കെ അഴിച്ച് എൻ്റെ പുതിയ സ്ഥലത്ത് കൊണ്ട് ഫിറ്റ് ചെയ്ത് അങ്ങനെ എനിക്ക് സെറ്റാക്കി തന്ന്. പിന്നെ വേറെ ഫർണിച്ചറൊക്കെ എടുക്കാൻ പൈസ കൊടുക്കണേ, അതിനൊക്കെ പൈസ കൊടുക്കണം, അല്ലാതെ ചെയ്ത് കിട്ടത്തില്ല. പക്ഷേ പൈസ കൊടുത്താലും എന്ത് വേണ്ടി ഞാനൊന്നും അറിയേണ്ടി വന്നില്ല. എല്ലാം അവരവിടെ കൊണ്ട് എനിക്ക് സെറ്റ് ചെയ്ത് വെച്ച് തന്ന്. എനിക്ക് ഒരു വിഷമവും ഉണ്ടായില്ല. ഞാൻ ഭയങ്കര പാടാണ്, ഭയങ്കര ടെൻഷനായിട്ട് തലയിലെടുത്ത് വെച്ചിരുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഷിഫ്റ്റിംഗ് എന്നുള്ളത്. പക്ഷേ എനിക്കത് ഭയങ്കര ഈസി ആയിട്ട് ദൈവം എനിക്കത് സാധിച്ചു തന്നു. പ്രദീപേട്ടൻ, പിന്നെ സൈച്ചേട്ടൻ, അങ്ങനെ കുറേ ആൾക്കാർ അവരെനിക്ക് എൻ്റെ കൂടെ നിന്ന്, ഒരു പെങ്ങളമാർ എന്നെ കൂടെ നിർത്തിക്കൊണ്ട് അവരൊക്കെ എനിക്കത് ചെയ്തു തന്നു. അങ്ങനെ മെഡിക്കൽ ഷോപ്പ് ഞാൻ അവിടെ എല്ലാം സെറ്റാക്കി. അങ്ങനെ സിജിയുടെ കാര്യം, എൻ്റെ ഫാർമസിസ്റ്റ്, എനിക്ക് ഒരു സ്റ്റാഫാണോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാഫിനെക്കാട്ടി ഉപരി പിന്നെ എൻ്റെ കൂടപ്പിറപ്പാണ്. അതിലും എനിക്ക് വലിയ മുകളിലുള്ളൊരു വ്യക്തിയാണ് സിജി. കാരണം സിജി എന്നോട് എപ്പോഴും പറയും, ചിലപ്പോഴേക്കും എനിക്ക് സാലറിക്ക് കൊടുക്കാനൊക്കെ ഞാൻ വളരെയേറെ സമയമൊക്കെ എടുക്കും, എങ്കിലും സിജി എപ്പോഴും എന്നോട് പറയും, ചേച്ചി രക്ഷപ്പെട്ടിട്ടേ ഞാൻ പോവുള്ളൂ ചേച്ചിയുടെ അടുത്തുനിന്ന്. അതേപോലെ എൻ്റെ ഒപ്പം നിന്ന് എൻ്റെ ഒരു കൂടപ്പിറപ്പിന് മാരി എന്നെ ചേർത്ത് പിടിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് സിജി. അപ്പം സിജിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ മകൻ, അവന് എല്ലാവർക്കും സ്കൂൾ 3-ാം തീയതി ഓപ്പണായി. അപ്പം ഞാനൊരുത്തേം ഇവനെയും 3-ാം തീയതി ഓപ്പണായാൽ എനിക്ക് പിന്നെ ഹെൽപ്പിന് ആരുമില്ല. പക്ഷേ അവൻ്റെ സ്കൂള് 10-ാം തീയതിയാണ് ഓപ്പണായത്. അപ്പം അവൻ ഒരുപാട് ഹെൽപ്പ് അവൻ നിന്ന് അവന് പറ്റുന്നതിനപ്പുറത്തെ കാര്യങ്ങൾ അവനെനിക്ക് ചെയ്തു തന്ന്. ഇപ്പം അവിടെയാണെങ്കിലും എല്ലായിടത്തും പോകാനും ഒരു സൈക്കിളുണ്ട്, അപ്പം അതുമേ പോയി പൊളിക്കാനും എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അപ്പം ഇന്ന് രാത്രി കൊണ്ട് എൻ്റെ മെഡിക്കൽ ഷോപ്പ് സെറ്റായിട്ടുണ്ട്, എല്ലാം അടിപൊളിയാക്കി വെച്ച് നാളെ രാവിലെ 9 മണിക്ക് അത് തുടർന്ന് പ്രവർത്തനം ആരംഭിക്കാൻ പോവാണ്. ഒരുപാട് എനിക്കറിയത്തില്ല എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് മത്സരിക്കാം എന്ന് ചിന്തിച്ച് നമ്മൾ ഒരാളോട് മത്സരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അതെങ്ങനത്തെ ആളാണെന്നോട് നമ്മൾ ചിന്തിക്കണം. ഇപ്പം വേണമെങ്കിൽ അവർക്കൊരു കാല് വയ്യ, അല്ലെങ്കിൽ അവരൊരു ഭർത്താവില്ലാത്ത സ്ത്രീയാണ്, അല്ലെങ്കിൽ അവർ സ്ത്രീയാണ്, അവരെങ്ങനെയെങ്കിലും ആരെ ആശ്രയിക്കാതെ അവർ ജീവിച്ചോട്ടെന്ന് കരുതി വേണമെങ്കിൽ എന്നെ അവിടെ തുടരാൻ അനുവദിക്കാമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. എനിക്ക് ആരോടും പരാതിയില്ല. എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ ആദ്യം വിഷമമെന്ന് വിചാരിക്കുമെങ്കിലും പിന്നീട് എനിക്കത് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് സംഭവിക്കാറുണ്ട്. അതുപോലെ ഇതും നല്ലതിനായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കണം. എനിക്കതിനകത്ത് വിഷമമൊന്നുമില്ല. ചിലപ്പോൾ അതിലും വലിയ നല്ല കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുമായിരിക്കാം, അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കാം. അതെൻ്റെ വിധി പോലെ അല്ലെങ്കിൽ എൻ്റെ യോഗം പോലെയൊക്കെ ഇരിക്കും. എനിക്കതിനകത്ത് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ മെഡിക്കൽ ഷോപ്പ് നാളെ 9 മണിക്ക് പ്രവർത്തനം ആരംഭിക്കും. ഞാൻ ഭയങ്കര സന്തോഷമാണ്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ലൈസൻസ് കാലാവധി കഴിയുന്നതിന് മുമ്പ് പെട്ടിയിലാക്കി വെപ്പിക്കാനായിരുന്നു തീരുമാനം. പക്ഷെ ഞാൻ ആ വ്യക്തികളുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തോൽക്കണമെങ്കിൽ ഞാനും എൻ്റെ ദൈവവും വിചാരിക്കണമെന്ന്. അതിലെൻ്റെ ദൈവം വിചാരിക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ ഒട്ടും വിചാരിക്കത്തില്ല. മാക്സിമം ഞാൻ നോക്കും ജയിക്കാനായിട്ട്. ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ ഓടും. എനിക്ക് ശക്തിയുള്ളത്രയും അല്ലെങ്കിൽ എനിക്ക് കഴിവുള്ളത്രയും ഞാൻ ഓടും. ഈ ഓടിയിട്ട് ഞാൻ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുകയോ എത്താതിരിക്കുകയോ അത് രണ്ടാമത്തെ കാര്യം. പക്ഷെ ഞാൻ സർവ്വശക്തിയും എടുത്തോടും. എനിക്ക് എത്താൻ പറ്റണത്രയും വരെ, എനിക്ക് ആരോഗ്യമുള്ളത്രയും. ഇത് എൻ്റെ ഈ അവസ്ഥയിൽ എനിക്ക് എത്ര ആരോഗ്യമുണ്ടോ അതനുസരിച്ച് ഞാൻ പൊരുതി നിൽക്കും. എനിക്ക് പൊരുതി നിന്നേ പറ്റത്തുള്ളൂ. എനിക്കിപ്പോൾ 42 ഇയേഴ്സായി. അപ്പം ഞാൻ 42 വർഷം ഞാൻ ഭൂമിയിൽ സുഖവും ദുഃഖവും
എന്തായാലും ഞാൻ അത് അനുഭവിച്ച് ഞാൻ ജീവിച്ചു കഴിഞ്ഞ്. എൻ്റെ മകന് 14 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പം അവന് നല്ല ഹാപ്പി ആയിട്ടൊരു ലൈഫ് കൊടുക്കുക എന്നുള്ളത് ഒരമ്മയെന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ്. അതിൽ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പം അത് എനിക്ക് എത്ര മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി എനിക്ക് എത്ര ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും, അത് ഞാൻ ചെയ്തിരിക്കും. എനിക്ക് ഇത് ഞാൻ ആരെയും കുറവാക്കാനോ അല്ലെങ്കിൽ ഒന്നിനും അല്ല. ഞാൻ ഈ ലോകത്തുള്ള പല ടൈപ്പ് കുറേ മനുഷ്യർ നീ രക്ഷപ്പെടണം, നിൻ്റെ കൂടെ ഞങ്ങളുണ്ട്, ഒന്നും പ്രതീക്ഷിക്കാതെ എന്നെ ചേർത്ത് നിർത്തി പെങ്ങളായിട്ടും മകളായിട്ടും സുഹൃത്തായിട്ടും ഒക്കെ എന്നെ ചേർത്ത് നിർത്തുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ മത്സരബുദ്ധിയോടുകൂടെ ഈ ഒരു സ്ഥാപനവും ബിജു ഉണ്ടാക്കിയ ഈ സ്ഥാപനം നിലനിൽക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകളുടെ ഇടയിലും കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഈ മെഡിക്കൽ ഷോപ്പ് കൊണ്ട് ജീവിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. എനിക്ക് പറ്റുന്ന, അതും ഞാൻ എടുത്തു പറയുന്നത് അഭിമാനത്തോടെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി എടുത്ത് ജീവിക്കാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട്. ഈ ഭൂമിയിലേക്ക് ദൈവം എന്നെ സൃഷ്ടിച്ച് ഈ കോലത്തിൽ വിട്ടിട്ടുണ്ടെങ്കിൽ മുന്നോട്ടും അനിത ജീവിക്കും. അതിനകത്ത് ഒരു സംശയമില്ല. 10 പേപ്പർ പേന വിറ്റ് കയ്യിൽ പിടിച്ച് തന്നിട്ട് ഒന്ന് വാങ്ങുമോ എന്ന് ചോദിച്ച് ഒരാളുടെ അടുത്ത് കൊടുത്ത് വിറ്റ് ആ പൈസ കൊണ്ടാണെങ്കിലും അനിത ജീവിക്കും. 10 കോടി ഉണ്ടാക്കിയും ജീവിക്കും. ഇനി ഒന്നും ഇല്ലെങ്കിൽ ആലപ്പുഴ തിരിച്ചു പോയി കയറ് പിരിച്ചിട്ടാണെങ്കിലും അനിത ജീവിക്കും. അതിനകത്ത് ഒരു സംശയമില്ല. അപ്പം മത്സരിപ്പിച്ച് തോൽപ്പിക്കാൻ വരുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ മത്സരിച്ചോ. ഞാൻ ഈ മത്സരങ്ങളേക്ക് നല്ല ചലഞ്ചായിട്ട് ഏറ്റെടുക്കുകയാണ് ചെയ്യണത്. എന്നെ നിങ്ങൾ എത്രത്തോളം തോൽപ്പിക്കാൻ തോന്നുന്നു, എനിക്ക് അത്രത്തോളം തോറ്റ് റൂമിൽ കയറി ഇരിക്കാനല്ല എനിക്ക് ആഗ്രഹം. നിങ്ങൾ എത്രത്തോളം എന്നെ എവിടെയെങ്കിലും മൂലയ്ക്ക് പിടിച്ചിരുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, ഞാൻ ഇരിക്കത്തില്ല. ആ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ ആഗ്രഹിക്കണം, വിഷമിക്കണമെന്നല്ല, നിങ്ങളത് ആഗ്രഹിക്കേണ്ട, നടക്കൂല. അപ്പം നാളെ എൻ്റെ ഷോപ്പ് തുടങ്ങും. ഇപ്പം എന്നെ സ്നേഹിക്കുന്നവരോട് അറിയിക്കാനാണ് കേട്ടോ ഇത്. എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, എന്നെ ബ്ലെസ് ചെയ്യണം, എന്നെയും മോനെയും ബ്ലെസ് ചെയ്യണം. എൻ്റെ ഈ സ്ഥാപനം നല്ല രീതിക്ക് പോവാനും ഒക്കെ. ഇത് കബീർക്ക് ചോദിച്ച് എവിടെയാണെന്ന്. ഇത് പോണേക്കര റെയിൽവേ സ്റ്റേഷൻ റോഡിലാണ് അവൻഷ്യ ലൈഫ് കെയർ എന്ന് പറയുന്ന എൻ്റെ സ്ഥാപനം റീഓപ്പൺ ആവണത്. അപ്പം അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. 20 ദിവസം ഞാൻ 2 വർഷം ഞാൻ റെസ്റ്റ് എടുത്തിട്ടില്ല. കണ്ടിന്യൂസ് ഞാൻ വർക്ക് ചെയ്യുമെന്ന് 2 വർഷം. എൻ്റെ ബിജുവേട്ടൻ മരിച്ചിട്ട് എല്ലാവരും പറഞ്ഞ് 41 ദിവസം വീടിൻ്റെ ഉള്ളിൽ ഇരിക്കണം, ഹസ്ബൻഡല്ലേ മരിച്ചതെന്ന് ചോദിച്ചെടുത്ത് ഞാൻ 5 ദിവസമേ ഒരു വീടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടുള്ളൂ. 6ാമത്തെ ദിവസം ഞാൻ എൻ്റെ ചേച്ചിയുടെ മോളോടും എൻ്റെ ഫാർമസിസ്റ്റിനോടും ചോദിച്ച്, ഞാൻ കട തുറക്കാൻ പോവാണ്, നിങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കുമോ എന്ന് ചോദിച്ച്. അപ്പം അവർ പറഞ്ഞ് ഞങ്ങൾ കുഞ്ഞാടെ കൂടെ നിൽക്കാം, കട ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ 6ാമത്തെ ദിവസം ഞാൻ ആ ഷോപ്പ്, എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് 6ാമത്തെ ദിവസം ഞാൻ ആ ഷോപ്പ് ഓപ്പൺ ചെയ്തെന്നുള്ളതാണ്. വലിയ ഇതായിട്ട് പറയണതല്ല. കാരണം ആ സ്ഥാപനം എൻ്റെ ബിജുവേട്ടൻ്റെ സ്വപ്നവും എൻ്റെ ബിജുവേട്ടൻ്റെ കണ്ണുനീരും ഹാർഡ് വർക്കും എല്ലാമായിരുന്നു അങ്ങനെ ഒരു സ്ഥാപനം. അങ്ങനെ ആൾ ഒരുപാട് സ്വപ്നത്തോടെ ഇട്ടൊരു സ്ഥാപനമാണത്. അപ്പം അത് നശിച്ചു പോകാനും അല്ലെങ്കിൽ അത് എങ്ങും എത്താതെ അത് അടച്ചു പൂട്ടി പോണതും എന്നെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് അടപ്പിക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചോ, ഇനിയും നിങ്ങൾ ശ്രമിച്ചോ. എനിക്ക് സപ്ലൈ തരാതിരിക്കാൻ വിളിച്ചു പറയുക, അതൊക്കെ ഇനിയും കണ്ടിന്യൂ ചെയ്യണം. പക്ഷേ നിങ്ങൾ 10 പേരോട് സപ്ലൈ കൊടുക്കരുത് എന്ന് പറയുമ്പോൾ 11ാമത് ഒരാൾ എന്നെ തേടി വരും. അതാണ് എൻ്റെ ഈ 2 വർഷത്തെ അനുഭവം. 11ാമത് ഒരാൾ എന്നെ തേടി വന്നിട്ടുണ്ട്, എനിക്ക് ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ സപ്ലൈ തരാൻ കേട്ടാ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പം അതാണ് എനിക്കുണ്ടായിട്ടുള്ള ഞാൻ പറഞ്ഞ ഈ 2 വർഷം ഞാൻ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. രാവിലെ 7:30 തൊട്ട് രാത്രി 12:30 വരെ ഞാൻ ആ ഷോപ്പ് ഓപ്പൺ ചെയ്ത് ഒരേ ഇരിപ്പിരുന്ന് വീട്ടിൽ വന്ന് ഞാൻ കിടക്കപ്പം എൻ്റെ നടുവ് നിവർന്ന് വരണമെങ്കിൽ 10 മിനിറ്റ് എടുക്കും. ടിക് 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 എന്ന് പറഞ്ഞിട്ട് എൻ്റെ നടുവ് നിവർന്ന് വരുന്നത്. കാരണം ഒരേ ഇരിപ്പാണ് ഞാൻ അത്രയും മണിക്കൂർ. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു സെയിലുണ്ടായിരുന്നു അവിടെ. വിഷമമുണ്ട്, വിഷമില്ലെന്നല്ല ഞാൻ പറയണം. അതൊക്കെ എനിക്കിപ്പോൾ പോയി. ഇനി പുതിയ സ്ഥലത്ത് എനിക്ക് ഒന്നേന്ന് തുടങ്ങണം എല്ലാം. പിന്നെ എനിക്ക് കുറേ സ്ഥിരമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അത് വേറെ കാര്യം, ബിസിനസ്സിൻ്റെ കാര്യം പറഞ്ഞതാണ്. അപ്പം എനിക്ക് അതിലൊന്നും ആരോടും പരാതിയില്ല. എങ്കിലും ഞാൻ ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിലേ
ശരിയാവത്തില്ല. ഇത്രയെങ്കിലും ഞാൻ പറയണം, അല്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടത്തില്ല. എൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ ലൈഫ് ഞാൻ ഓപ്പണായിട്ട് കാണിച്ചിട്ടേ ഉള്ളൂ, ഒന്നും ഞാൻ സ്വകാര്യമായിട്ട് വെച്ചിട്ടില്ല. ഞാൻ ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ. ഏറ്റവും നല്ല രീതിക്ക് അതിൽ നിന്ന് സ്നേഹവും സപ്പോർട്ടും കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ, ഇന്നത്തെ ദിവസം ഇത് പറഞ്ഞില്ലെങ്കിൽ നാളെ എനിക്ക് അത് ഓപ്പൺ ചെയ്യുമ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലിങ്ങനെ ഇരിക്കും. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. അതിനേക്കാൾ ഉപരി എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് അടച്ചു പൂട്ടി പാത്ത് ആ ലൈസൻസൊക്കെ പെട്ടിയിൽ വെപ്പിക്കാൻ ആഗ്രഹിച്ച ആ വ്യക്തികളോടും ഒക്കെ എനിക്ക് താങ്ക്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പെട്ടെന്ന് വേറൊരെണ്ണം തുടങ്ങാൻ പറ്റിയത്. അല്ലെങ്കിൽ ലൈഫിൽ ഇങ്ങനെ വീണ്ടും ഒരു പ്രതിസന്ധി ഉണ്ടാക്കി കാണിച്ചു തന്നതിന് നന്ദി. ആ പ്രതിസന്ധിനെ അതിജീവിക്കാനായിട്ട് ഈ പകുതി കാലം വെച്ച് ഞാൻ പ്രയത്നിക്കാൻ എനിക്ക് തോന്നിപ്പിച്ചതിന് നന്ദി. അത് ചെറിയ രീതി, ഇനി ബിസിനസ് ഡെവലപ്പ് ആകുന്നത് രണ്ടാമത്തെ കാര്യം, അത് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം ഞാനത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഡെവലപ്പ് ആകുന്നത് അത് എങ്ങനെയോ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ, ഞാൻ അതിനെക്കുറിച്ച് ബോധേടല്ല. അതെങ്ങനെയെങ്കിലും നടന്നോട്ടെ, എനിക്ക് പ്രശ്നമില്ല. അപ്പം ഇങ്ങനെ ഒരു ഇതിലെത്തിച്ചതിന് എന്നെ തോൽപ്പിക്കാൻ വന്നവരോടാണ് ഞാൻ ഫസ്റ്റ് നന്ദി പറഞ്ഞത്. നന്ദി സുഹൃത്തുക്കളെ, നന്ദി. ഇനിയും നിങ്ങളെന്നെ തോൽപ്പിക്കാൻ വരണം, അപ്പോഴേ എനിക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ എന്നെ സ്നേഹിക്കുന്നവരെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എല്ലാവർക്കും ലവ് യു ഉമ്മ. അപ്പം നാളെ എല്ലാവരും പ്രാർത്ഥിക്കണം, ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടുതരാം കേട്ടോ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.